ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? കാരണം ലുക്കില്ലല്ലേ പൂര. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ മക്കളെ, ഇന്ന് ചെറിയൊരു യാത്ര പോവാണ്. നോമ്പൊക്കെ അല്ലേ, വീട്ടിൽ നിന്നിട്ടെന്താ കാര്യം, വേറെ എവിടേക്കല്ല. ഇന്ന് റാഷിൻ്റെ വീട്ടിൽ നോമ്പെടുപ്പിക്കാനാണ്. അപ്പോൾ നേരെ അവിടെ പോവാൻ ഗൈസ്. അപ്പോൾ എന്തായാലും തെക്കുള്ള യാത്രയും ബുള്ളറ്റിൽ പോകണത്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അവർക്ക് പോകുന്നതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാം. എന്തായാലും നോമ്പ് ഒരിടാൻ പോകുന്നത്, എന്തുണ്ടാവും എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഒരു കുറച്ച് 50-55-60 കിലോമീറ്റർ അടുത്തുണ്ടോ വീട്ടിൽ. കുറച്ച് ലോങ്ങാലോ, താടിയൊക്കെ എടുത്തപ്പോൾ ലുക്കൊക്കെ പോയില്ലേ, ഒക്കെ പൊള്ളിച്ചിക്കണം. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ പോയോ കേട്ടോ മക്കളെ. എന്തായാലും നമ്മളിറങ്ങി നമ്മളെ രാജപ്രഭു ഗരാജിന് പോകണത് കേട്ടോ. അപ്പോൾ എന്തായാലും മക്കളെ ഇറങ്ങിയിട്ടുണ്ട്, പോവാണ്. രാജപ്രഭുവിനെ പോകുന്നു കേട്ടോ. ഇത് എന്തിനാ ഡ്രസ്സാണ്, ചെറിയൊരു ഡ്രസ്സ്. ഇടയ്ക്ക് അവിടെ സ്റ്റേ ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും പോകണ വഴിക്ക് എന്തൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് ഇൻഷാല്ലാ കാണാം. വണ്ടി തോട്ടെ നമുക്ക് പെട്രോൾ പമ്പ് കയറിട്ടത് എണ്ണടിക്കും കയറി ഫുൾ ടാങ്ക് അടിച്ചാൽ 500 റുപ്യക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ വിചാരിച്ചു. എണ്ണ അടിച്ച് ഇവിടെ എനിക്ക് എന്തൊക്കെയാ സംസാരിക്കണമെന്ന് മനസ്സിലാവണില്ല. മക്കളെ കുറച്ച് പൂളക്കിഴങ്ങുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പൂളക്കിഴങ്ങ് മേടിക്കാൻ നോക്കാം. ഞാൻ മാറി നിൽക്കണു. പൂളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ നമുക്ക് നോക്കട്ടോ. പൂളക്കിഴങ്ങ് എത്ര ഏട്ടാ? ഗൂഗിൾ പേ ആയിരുന്നു. പൂളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എടി കൈത് ചെക്കമാണോ? ഗൂഗിൾ പേ. ഇപ്പോൾ സാധനം മേടിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇതട്ടോ മക്കളെ, ഫ്രൂട്ട്സ് മേടിക്കാൻ കയറിട്ടോ. ഫ്രൂട്ട്സ് കുറച്ച് ഓർഡർ ചെയ്തും കൂടെ നേരെ എന്നിട്ടാണ് നമ്മൾ ഇത് മേടിക്കാൻ പോയത്. ഫ്രൂട്ട്സ് ആയില്ലേട്ടാ. അപ്പോൾ എന്തായാലും എത്രയും ഫ്രൂട്ട്സും കുറച്ച് മേടിച്ചു. ആദ്യമായിട്ടാണ് എടുക്കുമ്പോൾ പൂളക്കും കാര്യങ്ങളൊക്കെ മേടിക്കും. ഇവിടെ വീട്ടിൽ എത്തിയിട്ട് വീട്ടിൽ വണ്ടി നിർത്തിയിട്ട് ഇതാ റാഷ്യം കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഗായ്സ്. സേമി മോളെ, എന്തൊക്കെയുണ്ട് റാഷ്യ വിശേഷം? എത്ര ദിവസമായി കണ്ടിട്ട്? പാപ്പടി ഓൾക്കെന്താ ആരാ നോക്കുക കേട്ടോ. മാസ്ക് ഊരിയോക്കട്ടെ. കറക്റ്റ് മാസ്ക് ഊരിയാ മനസ്സിലായി പാപ്പടിയത്. ഹലോ ഗൈസ്, സുഖാണോ? എടി വാപ്പ എത്ര ദിവസമായിട്ട് വന്നതല്ലേ, ഒന്ന് ചിരിക്കടി. ആ ചിരിച്ചു. എമി മോൾക്ക് വാ. ഹലോ പോവാ. ടാറ്റാ. വാ ടാറ്റാ. പാപ്പ പോവാ, പിന്നെ പോവാ. ടാറ്റാ ബൈ ബൈ. ചാടുണ്ട് ഗൈസ്. പോട്ടെ. ടാറ്റാ ബൈ ബൈ. ഞാൻ പോട്ടോ, വണ്ടി പോവാ, ബുള്ളറ്റും പോവാ. വന്ന വണ്ടി മേലെ പോട്ടെ. പോട്ടെ. ടാറ്റാ. വാ വാ, ഓടി വാ ഓടി വാ. പേരിന് വരെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. എന്തായാലും മക്കളെ ഇങ്ങനെ കൊട്ടാനുണ്ടോ. എന്നാലും ഇതുള്ളു കരിച്ച്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഉള്ളി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സോസിന് വേണ്ടിയിട്ട് ഞങ്ങൾ തക്കാളിയും ചുവന്നമുളകൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടാകും. വേവിക്കാൻ മീൻസ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഒരാൾ പാത്രം നിറച്ചും വെള്ളം എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യലും കൂടി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ സാധനം കേട്ടോ ഫൂഫു. അപ്പോൾ ഞങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ. പിന്നെ മെയിൻ സാധനം ഉണ്ട് എൻ്റെ സ്പെഷ്യൽ മുട്ട ബജി. ഇതാ അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കണം മുട്ട ബജി. എന്താണ് പൊരിക്കണ ചട്ടി ഇങ്ങനെയെന്ന് ചോദിക്കരുതിട്ട്. ഞങ്ങൾ പൊരിക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന ചട്ടിയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയില് പാത്രത്തുമ്മ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയൊക്കെ നാശമാവാം. അപ്പം അത് കാരണം കൊണ്ട് ഈ ചട്ടിയിലാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ഈ ചട്ടിയിൽ നമ്മൾ പൊരിക്കണത്. ഞാൻ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചപ്പാനൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഇതുവരെ വണ്ടി പിടിച്ച് വന്നതിൻ്റെ ക്ഷീണം.
അപ്പോൾ നല്ല ചൂടെണ്ണയിൽ നല്ല മുട്ട വെച്ച് ഇടുന്നുണ്ട്. മുട്ട വെച്ച് തീയൊന്ന് കുറച്ചാവും. വീടിയാവും, പക്ഷെ മുട്ട വെച്ച് ആവില്ല. അടുത്ത് ഇതെന്താ സംഭവം അറിയോ? ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ട്രെൻഡിങ്. ഞാൻ ആദ്യം ആദ്യം ബജി ഉണ്ടാക്കിയിരുന്നത് നമ്മൾ വെറുതെ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ സാധാ മാവിൽ മുക്കി പൊരിക്കണം മതിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതിൻ്റെ മുഖത്തേക്ക് ഇത് വെളിച്ചെണ്ണ അങ്ങനെ അത് പൊട്ടിത്തെറിച്ച്, കോഴിമുട്ട ഓൾറെഡി പൊട്ടിത്തെറിച്ചല്ലോ, അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച്. അതിന് ശേഷം ഞാൻ എപ്പോഴാണ് മുട്ട വെച്ച് ഉണ്ടാക്കുന്നത്, അതും ഈ ടൈപ്പ് ഇട്ടാ. പിന്നെ നമുക്ക് ബാക്കി കാണാട്ടോ. ആ കേസ് ഉണ്ടാവും. സാധാ ചക്രമത്ത ഇങ്ങനെ അതേപോലെ ഉണ്ടാവും. സപ്പാങ്ക തിന്നരുതിട്ടാ, നോമ്പാണ്. ആർക്കാ? അങ്ങക്ക നോമ്പല്ലാത്തത്. ഇത് ഇത്ര ചെറുതാക്കണതിനാ? അപ്പൊ ഇനി ചെറുതാക്കണ്ടേ? ഇനി നടു മുറിക്കണ്ട. പിന്നെ ഇപ്പൊ എത്ര പറക്കെടുക്കണം? മുറിക്കണ ഫുള്ള് കാണട്ടെ. മോനെ റാഷിദ് സ്പെഷ്യൽ സാധനം ഉണ്ടായിക്കൊണ്ട്. എന്താണ് ഇത് പേര്? കൂഫു. ഇത് എവിടുത്തെ? എമ്മിമോട് പറയാൻ പാടില്ല. നമ്മളെ വീഡിയോസിൽ കാണില്ല ഒരു പെണ്ണിന്റെ കല്യാണം. പക്ഷെ ഇതിനെ പോലെ ഇറച്ചി ഇവിടെ ഇതല്ലല്ലോ, ഒരു വലിയ ഇറച്ചി ഇടല്. നമുക്കൊരു ആടിനെ ഇറക്കണം തൽക്കാലം. പക്ഷേ നമ്മള് പിന്നെ വേണ്ടപ്പാ സദ്യമല്ല, രസമല്ല. രസമല്ലാതെ തിന്നണ്ട. അപ്പഴേക്കും വെച്ചേ മൂത്തേക്ക് പറഞ്ഞു രസമല്ല. സൂപ്പർ ആയിട്ട് മാഷാ അല്ലാ. പിന്നെ എന്താ സ്പെഷ്യൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ നോമ്പറുമ്പോ വെച്ചോട്ടോ. 10 രൂപ എന്താട്ടോ, സോറി. പത്തിരിയും നല്ല ചിക്കൻ കറി, നല്ല ബീഫ് കറി ആയിട്ടന്നെ പറ്റിച്ചാട്ടോ. പിന്നെ കുഫുഫും. പക്ഷെ അനക്ക് കൈയിട്ടൊക്കെ വരണം കേട്ടോ. അനക്ക് കൈയിട്ടിട്ട് അവിടെ എടുക്കുന്നത്. ഞങ്ങളുടെ നോമ്പുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാള്ള നോമ്പുറന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ടോ. അങ്ങനെ ഫ്രഷായിട്ട് ഇരിക്കാണ്. ഇരിക്കണേ. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ നല്ലൊരു നോമ്പും കാര്യങ്ങളൊക്കെ ക്ഷീണമുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സത്യം കഴിഞ്ഞ് ഇത് നോമ്പ് ജസ്റ്റ് ഒന്ന് കണ്ണിൽ പോയിട്ടോ. മോർണിംഗാണ് ഇതിൻ്റെ അവസാനം നടക്കണത് അല്ലേ? ഞങ്ങൾ ഇന്നലെ കറമ്മ റോഡിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു. ഒന്നും അറിഞ്ഞില്ല, മഴ ജസ്റ്റ് ചാറി. ഇപ്പോഴാണ് വണ്ടി മാപ്പ് എന്ത് ചീരിയും കളിയായിരുന്നു. അതിൻ്റെ വടി വെച്ചതാ. അപ്പോ അങ്ങനെ എമിമോള് സംഭവം കേട്ടോ. നമ്മളെ എക്കോ ബോക്സ് ആണ് എങ്ങനെ നിരക്കണ്ട കേട്ടോ. ആക്ക് കൈകൊട്ടെ പെണ്ണെ, കൈകൊട്ടെ പെണ്ണെ. അതാ ആക്ക്
ആക്കടി കഴിച്ച കഴിക്ക് അടിക്ക് ആക്കിക്ക ആക്ക് എന്തോ നിങ്ങളാക്കിയ മൂടിലായിട്ട് കേട്ടോ കൊടുക്ക് കൊടുക്കാൻ കൈയടിച്ചു വസ്തുത ഔവാ ഔവാ ഉണ്ടാക്കി കൊടുക്കണത് ആക്കി കൊടുക്കടി കൈയടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഷാല്ലാ എന്തായാലും ഉള്ളിൽ കയറിയുണ്ട്. നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.